ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇന്നിപ്പോൾ ഈ സമരമെന്ന് പറഞ്ഞ അതിരുവിട്ട സമരമായി പോയെന്നാൽ തർക്കമുണ്ടോ? എന്ന് പറഞ്ഞാൽ പലപ്പോഴും സർവകലാശാലയിൽ സമരം ഉണ്ടായിട്ടുണ്ട്. ആ സമരം ഏതുവരെ പോയിട്ടുണ്ട്? ഇതിപ്പോൾ വി സിയുടെ ഓഫീസിനടുത്ത് വരെ പോയി. ഞാനും ആ സർവകലാശാലയിൽ പഠിച്ച ആളാണ്, ആ സർവകലാശാലയിൽ സമരം നടത്തിയിട്ടുള്ള ആളാണ്. നമ്മൾ സമരം നടത്തുമ്പോൾ പോലീസ് തടയുന്നതിന് കൃത്യമായ എന്നാൽ ബാരിക്കേഡ് അവിടെയുണ്ട്. പരമാവധി അവിടെയുള്ള ആ പടിക്കെട്ടിൽ വന്ന് സമരത്തിനപ്പുറം അതിനകത്തേക്ക് കയറിയിട്ടില്ല. പരമാവധി പോയാൽ രജിസ്ട്രാറിൻ്റെ മുകളിലുള്ള ആ ഓഫീസിലേക്ക് 5 6 പോയി 4 മുദ്രാവാക്യം വിളിക്കുന്നതല്ലാതെ ഇത്തരത്തിൽ വളരെ മാസീവായ പ്രൊട്ടസ്റ്റ് അതിനകത്തേക്ക് പോയിട്ടില്ല. തെറ്റായ സമരരീതിയാണത് ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ രാജു പി നായരും ശ്രീ ശശികുമാർ സാറും ഒക്കെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ശശികുമാർ സാറിനെ ഏതെങ്കിലും സംഘത്തിൻ്റെ RSSൻ്റെ ശാഖയിൽ കൊണ്ടിരുത്തുന്നതായിരിക്കും നല്ലത് എന്നതാണ് എനിക്ക് ആ സാറിൻ്റെ പ്രതികരണവുമായി സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. ഒരു RSS നേതാവ് പറയുന്നതിനേക്കാൾ എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് RSSൻ്റെ നിലപാട് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത് എന്നതാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രതീകങ്ങളുടെ അടുത്ത് ഹണി റോസിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എന്ത് പാടുപെട്ടു? അത്രയും മോശമാണ് ഹണി റോസ്. ഒരു സ്ത്രീയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ വാക്ക് പിൻവലിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പിൻവലിക്കണം. രണ്ട് അദ്ദേഹത്തിന് തെറ്റല്ല. അദ്ദേഹം രാഷ്ട്രീയ ബിംബം അല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു ഒരു ബിംബത്തെ കൊണ്ടുവെക്കുന്നതിൽ എന്ത് തെറ്റാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം ദീർഘനാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ ചട്ടത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ഒന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്ങനെയാണ് ബോധപൂർവമായി വൈസ് ചാൻസലറുടെയും ചാൻസലറുടെയും അനധികൃതമായിട്ടുള്ള ഇത്തരം പ്രവണതകളെ എത്രത്തോളം അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അത് ഹാഷ്മിക്ക് തന്നെ മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഹോള് വാടകയ്ക്ക് കൊടുക്കുന്നു. ആ ഹോള് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ തന്നെ വൈസ് ചാൻസലർ എഴുതിയിട്ടുള്ളത് നിയമമനുസരിച്ച് കൊടുക്കാമെന്നുള്ളതാണ്. ആ നിയമമനുസരിച്ച് കൊടുക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ആ ഹോള് കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന ആ ദിവസം അന്ന് ഉച്ചയോട് അനുബന്ധിച്ചാണ് രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മതചിഹ്നം ഉപയോഗിക്കപ്പെടുന്നു. ആ മതചിഹ്നം ഉപയോഗിക്കപ്പെടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അദ്ദേഹം അനുവദിച്ച ഹോൾ അദ്ദേഹത്തിന് അത് റദ്ദാക്കാനുള്ള അധികാരം രജിസ്ട്രാറിനുണ്ട്. ആ അധികാരം മാത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ അധികാരം പ്രയോഗിച്ചത് തെറ്റാണ് എന്ന് ശശികുമാർ പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ദീർഘനാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ശശികുമാർ സാറിനെ പോലുള്ള ആളുകൾ RSSൻ്റെ കൂടാരത്തിലെ പാവകളായി മാറുന്നു എന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മളെല്ലാവരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ നാട്ടിൽ പ്രതിഷേധിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തീരുമാനിക്കുന്ന അവരെ സംഘടനയാണ്, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ശശികുമാറോ രാജു പി നായരോ അല്ല. രാജു പി നായരോ അതെങ്ങനെയാണ് സ്പോൺസേഡ് സമരം എന്ന് ഇവർ പറയും? ഈ പറയുന്ന വൈസ് ചാൻസലറിന് എന്ത് തോന്നി? അല്ല വൈസ് ചാൻസലർ ഞാൻ അതുകൊണ്ടാണോ 10-25 ചെറുപ്പക്കാർ ഇപ്പോ ജയിലിലേക്ക് പോകാൻ പോകുന്നത്? 10-25 വിദ്യാർത്ഥികൾ ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോവാണ്. അത് സർക്കാർ സ്പോൺസേഡ് സമരമായിരുന്നെങ്കിൽ 25 ചെറുപ്പക്കാർ ഇന്ന് ജയിലിലേക്ക് പോവോ? നിങ്ങൾ ഹാഷ്മിയോ അല്ലെങ്കിൽ ശശികുമാർ സാർ 27 ആളുകൾ, 27 വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിലൊരു വിദ്യാർത്ഥിനി പോലും ഉണ്ട്. ആ വിദ്യാർത്ഥിനി പോലും ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോവാണ്. സർക്കാർ സ്പോൺസേഡ് സമരമാണെങ്കിൽ ഈ 27 പേർ എങ്ങനെയാണ് ജയിലിലേക്ക് പോകുന്നത്? അതെങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും? അപ്പോൾ ഒരു വിദ്യാർത്ഥി സമരത്തെ ബോധപൂർവമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ. അതുമാത്രമല്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ വൈസ് ചാൻസലറെയും ചാൻസലറെയും സംരക്ഷിക്കണം. ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അരുതാത്തത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഇവിടുത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവരിപ്പോൾ കുറേ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ, കർണാടകയിൽ എന്തോ ആശ്രയം കൊടുത്തു എന്നൊക്കെ. ഇവിടെ നമുക്ക് നിങ്ങളുടെ ആരുടെ ഒരു ആശ്രയവും വേണ്ട. നമ്മുടെ ഒരു CPMൻ്റെ ഒരു നേതാവോ ഒരു DYFIയുടെ നേതാവോ ഭാരതാംബയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രതീകങ്ങളുടെയും പോയി ഫ്രണ്ടിൽ പോയി നിന്ന് കൈകൂപ്പി നിന്ന ചരിത്രത്തിൽ അത് VD സതീശനുള്ളതാണ്. VD സതീശനാണ് പോയി നിന്നത്.
RSS ഒരു പ്രതീകത്തെ വെക്കുമ്പോൾ കൈകൂപ്പി നിന്ന VD സതീശനാണ്, അല്ല CPM ഒരു നേതാവും പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയെന്ന് നിങ്ങൾ CPM-നെയും RSS-നെയും കൂടെ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ തിരികെ എത്താം, എനിക്ക് ഇടവേളയിലേക്ക് ഹാഷ്മി പറഞ്ഞു പൂർത്തിയാക്കും. അല്ല ഹാഷ്മി, ഇവിടെ ശശികുമാർ സാറും രാജീവ് പി നായരും പറഞ്ഞത് ഇവിടെ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന രൂപത്തിൽ ഇടപെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കരുതെന്നാണോ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ പറയണം. ഇതിന് KSUവിൻ്റെ അഭിപ്രായം എന്താണ്? 2, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തെറ്റാണ് സിൻഡിക്കേറ്റ് ചെയ്തത്? ഈ രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? രാജീവ് പി നായർ മറുപടി പറയണം. ആരാണ്? രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? അല്ല പറയണം. ഒരു തർക്കം അക്കാര്യത്തിലില്ല. രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആര്? അത് പറയും. സ്റ്റാറ്റ്യൂട്ടും പ്രകാരം അതിനുള്ള പൂർണ്ണാവകാശം സിൻഡിക്കേറ്റിനാണെന്ന കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. നിങ്ങൾ പറയണ്ടേ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടും ചട്ടവും എല്ലാം ലംഘിച്ചുകൊണ്ട് അവർ ഒരു ഉത്തരവിറക്കുമ്പോ അല്ല മറുപടി പറയും. ശ്രീ രാജു പി നായർ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്